പാലാ നഗരസഭയിലെ നിർണായക ശക്തിയായ പുളിക്കാക്കണ്ടം കുടുംബാംഗങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ടെസ്റ്റുകൾക്കൊക്കെ അവസാനമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്താണ് ഇനിയുള്ള പ്രതീക്ഷകൾ, കാര്യങ്ങൾ, ഇനിയുള്ള നടപടികളൊക്കെ എങ്ങനെയാണ്? അത് തെരഞ്ഞെടുപ്പ് 10:30-ക്കാണ്. അതിനുശേഷം സത്യപ്രതിജ്ഞ. ഏതായാലും ജനങ്ങളുടെ പ്രതീക്ഷ അനുസരിച്ച് ഞങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങളുടെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന മുന്നണിയുടെയും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും എല്ലാവരുടെയും അഭിപ്രായം കേട്ട് നന്നായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രതീക്ഷയും. ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ്, മകൾ ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതൊരു ഗുണകരമാകുമോ? 20 വർഷത്തെ ഒരു പാർലമെൻ്ററി പൊളിറ്റിക്സിൻ്റെ ഒരു അനുഭവം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഗുണകരമാകണമല്ലോ. കാരണം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നഗരസഭാ ഭരണം എന്ന് പറയുന്നത് നമ്മൾ വെളിയിൽ കാണുന്ന പോലെയല്ല. കുറേ നൂലാമാലകളുണ്ട്, വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ വ്യക്തിപരമായിട്ട് നമുക്ക് സാമ്പത്തികം മാത്രമേ പല വികസന പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കുടുംബത്തിലൊക്കെ തടസ്സം വരുന്നുള്ളൂ. ഇത് സാമ്പത്തികമുണ്ടെങ്കിലും നഗരസഭ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അതിന് കുറേ പ്രൊസീജിയറുകളുണ്ട്. അതൊക്കെ പഠിച്ചു വരണം. അത് ഇപ്പം മോളെന്നല്ല, പുതിയതായിട്ട് കടന്നു വരുന്ന ആർക്കും ഉണ്ടാകുന്ന ഒരു സംശയവും ഇതൊക്കെയാണ്. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ മാത്രമല്ല, നമ്മളോടൊപ്പം നഗരസഭയിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, നേതാക്കന്മാരുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം കേട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ തുടക്കം മുതൽ സംസാരിച്ചിരുന്നത് റിവെഞ്ചിനെ കുറിച്ചായിരുന്നു. ആ റിവെഞ്ച് പരിസമാപ്തിയിലേക്ക് എത്തിയോ? ഞാൻ അന്നും പറഞ്ഞിരുന്നു, പ്രതികാരം അത് വീട്ടാനുള്ളത് തന്നെയാണ്. അതിൻ്റെ അത് തർക്കമില്ല. പലരും വെളി പറയും, ചിലർ ഹൈഡ് ചെയ്ത് സംസാരിക്കും നമ്മളെ സംബന്ധിച്ച്. പക്ഷേ ഇത് അതിലെല്ലാം ഉപരി അത് ഞാൻ അന്ന് സൂചിപ്പിച്ചത് വീണ്ടും പറയാൻ ആവർത്തിക്കുന്നു. കാലം സൂക്ഷിച്ചു വെച്ച കാവ്യനീതി, അതല്ലേ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നുള്ളൂ. എന്നാൽ എനിക്ക് അർഹതപ്പെട്ട ചെയർമാൻ സ്ഥാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല, രാഷ്ട്രീയ പൊതുസമൂഹം വിശ്വസിച്ചിരുന്ന, നഗരസഭയിൽ വലിയ സീനിയോറിറ്റി ഉണ്ടായിരുന്നു, ചിഹ്നത്തിൽ ജയിച്ചത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, പുരുഷനായിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും അനുകൂല സാഹചര്യമുള്ളപ്പോൾ എന്നെ ബോധപൂർവം മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ ചില സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്നെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാനായിരുന്നു എനിക്കിഷ്ടം. ഞാനത് ആ രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വ്യക്തിപരമായി താറടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ നിരവധി തവണ എൻ്റെ പുറകെ നടന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിൽ, ഒരു പക്ഷേ അത് ചെയ്യുന്നയാളുടെ പൂർവികർ ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യാത്ത രീതിയിൽ, പാലായിലെ ജനമനസ്സുകളിലുള്ള ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും തേരാത്ത രീതിയിൽ അതിനിപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ആൾ പ്രവർത്തിച്ചപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി പ്രതികരിച്ചു. ആ ഒരു പ്രതിഫലനം ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാം. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ബിസിനസ്സുകാരാണ് ബേസിക്കലി. ഇനി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക? അല്ല, ഞങ്ങൾ 3-4 തലമുറയായിട്ട് തന്നെ പാലായിലൊരു വ്യാപാര കുടുംബമാണ്. അത് ഒരിക്കലും രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉപജീവനമാർഗമാക്കരുതെന്ന് ഞങ്ങളുടെ പിതാവ് സുകുമാരൻ നായർ പുളിക്കണ്ടവൻ, ഞങ്ങളുടെ 2 പിതാവ്, അതായത് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനം ഒക്കെ ആകാം, പക്ഷേ നമ്മുടെ ഉപജീവനം എന്ന് പറയുന്നത് അത് സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിലുണ്ടായിരിക്കണമെന്ന്. അത് ഞങ്ങൾ ഇതുവരെ പാലിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ദിയയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും. എന്തായാലും പ്രായം ഒരു നമ്പർ മാത്രമാണെന്ന് ദിയ ഇന്നലെ നമ്മളോട് പ്രതികരിച്ചു. എന്തായാലും പുളിക്കാക്കണ്ടം കുടുംബത്തിൻ്റെ അവരുടെ ഒരു മധുര പ്രതികാരമാണ് ഇന്ന് സഫലമാകുന്നത്. 10:30-ക്കാണ് സത്യപ്രതിജ്ഞ. ദിയ പുളിക്കാക്കണ്ടം അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെടും. അനന്തു സുരേഷിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1, കോട്ടയം.